ഡോക്ടർ റസ്ന ബീഗം ഇവിടെ വയനാട് ഇപ്പോൾ മെസ്സേജാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടം 7 നിലയിലുള്ള ഉദ്ഘാടനം ചെയ്തിട്ട് 3 വർഷം പിന്നിട്ടു. ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കാത്തതാണ് പ്രശ്നം. ഉദ്ഘാടനം ചെയ്തത് വീണ ജോർജ് മന്ത്രി തന്നെയാണ്. വയനാട് മെഡിക്കൽ കോളേജിലെ CT സ്കാൻ മെഷീൻ കേടായിട്ട് 7 മാസം പിന്നിട്ടു. നിലവിൽ വാങ്ങാൻ അനുമതിയായി എന്നാണ് പറയുന്നത്. ഇതുവരെ ഞാൻ എത്താം സുനിൽകുമാർ, ഞാൻ അങ്ങനെ എത്താം. മതിയായ സമയം തരും. അല്ലല്ല ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ചർച്ചയ്ക്ക് വെച്ചിട്ട് എന്നെ ഇവിടെ ഇരുത്തുന്നതിനാ? സമയം തരും സുനിൽകുമാർ, ഞാൻ അങ്ങനെ കാണാം. ഞാൻ ഡോക്ടറിലേക്ക് പോട്ടെ. അല്ലല്ല, അത് വേണ്ട. 8 പരിപാടിയാ. നിങ്ങള് ഇങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ വരും. ഞങ്ങളെ വിളിക്കണ്ട. ഞാൻ അങ്ങനെയൊക്കെ വരും. സമയം തരും. വേണ്ട, അങ്ങനെ വരേണ്ട കാര്യം. സമയം തരും. ഔദാര്യം വേണ്ടെന്ന്. ഔദാര്യമല്ല പറയുന്നത്. നമ്മൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഔദാര്യം വേണ്ട, വിളിക്കാതിരുന്നാ മതി. എന്താണ് അങ്ങനെ പറയില്ല. ഔദാര്യം വേണ്ട, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങയിലേക്ക് ആദ്യം വന്നു, ഞാൻ ഇടപെട്ടില്ല. ഇല്ല, PP കിറ്റ് അടക്കമുള്ള കാലം ഇടപെടാനുണ്ടായിരുന്നു. ഇടപെടാതെ ഞങ്ങൾ കേട്ടിരുന്നു. ഞാൻ ജിൻഡോയിലേക്ക് പോയി. ജിൻഡോ കോൺഗ്രസ് വർഷം പറയുന്നു. MN കാരശ്ശേരി കേരളത്തിന്റെ ഒരു സമൂഹ മനസാക്ഷി പോലെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു കേൾക്കും. ഞാൻ അങ്ങനെ മറുപടിക്ക് വരികയല്ലേ. കാരശ്ശേരി പറഞ്ഞ ഏത് വർഷം? അല്ലല്ല, ഒരു മറുപടിയും വേണ്ട. കാരശ്ശേരി ഇപ്പൊ പറഞ്ഞിട്ട് പോലെ ഏത് വർഷം? അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണ് അങ്ങയുടെ പ്രശ്നം. ഏത് വർഷം? ഇന്നത്തെ വിഷയത്തെ കുറിച്ച് വല്ല അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണ് അങ്ങയുടെ പ്രശ്നം. ഒരു പ്രശ്നമില്ല. അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണോ അങ്ങയുടെ പ്രശ്നം ശ്യാൽകുമാർ? ഞങ്ങൾക്ക് നിങ്ങളാ പ്രശ്നം. ഹാഷ്മിയാണ് എന്റെ പ്രശ്നം. ഞാൻ അങ്ങനെ മറുപടിക്കാൻ വരുമെന്ന് പറയില്ല. അങ്ങ് അസോഷ്ണത എന്തിനാണ്? തെറി പറയാൻ 3-4 ആളെ കൊണ്ടുവരും. ഒരു മറുപടിയും വേണ്ട. ആരാണ് കാരശ്ശേരി? അല്ല, MN കാരശ്ശേരി പറഞ്ഞു എന്താണ് പ്രശ്നം? അത്ര ഒരു ഉപകാരം ചെയ്തു. അല്ല, കാരശ്ശേരി CPM എന്ത് തെറി പറഞ്ഞു? കാരശ്ശേരി CPM എന്ത് തെറി പറഞ്ഞു? എന്താണ് കാരശ്ശേരി CPM എന്ത് തെറി പറഞ്ഞു? കാരശ്ശേരിക്ക് ആദ്യം മറുപടി പറയാം. കാരശ്ശേരി CPM പറഞ്ഞ തെറി എന്താണ്? പറയൂ, എന്താ പറയൂ. അല്ല, കാരശ്ശേരി തെറി പറയൂ. CPM തെറി പറയൂ അനിൽകുമാർ. ഞാൻ പറയാം. അല്ല, അങ്ങനെ അസ്വസ്ഥമാക്കിയ തെറി എന്താണ് കാരശ്ശേരി ഭാഷ പറഞ്ഞത്? പറയാം. എന്താണ് പറഞ്ഞത്? അതെ, പറയാം. ഞാൻ തെറി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. കാശ്മീർക്ക് ഏതെങ്കിലും പച്ചമലയാളം അങ്ങനെ മനസ്സിലാവും. കാശ്മീരുടെ കുഴപ്പം അത്. ഞാൻ പറയാത്തൊരു കാര്യമാണ് തെറി പറഞ്ഞു. ഞാൻ റിവൈൻഡ് ചെയ്യിപ്പിക്കണോ? അതുകൊണ്ട് കിട്ടോ? ചീത്ത തെറി എന്താ വ്യത്യാസം? അല്ല, പറഞ്ഞോളൂ. അല്ല, പോട്ടെ, ചീത്ത. അല്ല, CPM കാരശ്ശേരി ചീത്ത എന്താ? അവിടെ ഹർഷന എന്ന് പറഞ്ഞൊരു വീട്ടമ്മ വയറ്റിനകത്ത് കത്തിരി 9 മാസം നടന്നു. അത് ചീത്തയാണോ പറഞ്ഞത്? കാരശ്ശേരിയോടുള്ള ചോദ്യം. A+ കിട്ടിയ ഒരു കുട്ടിക്ക് എഴുതാൻ പാടില്ല, വയ്യത്തില്ല എന്ന് പറഞ്ഞു, എഴുതാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പേര് പറയൂ. നമുക്ക് അവിത്തെ തുടങ്ങാം. കേരളത്തില് A+ എഴുതാൻ അറിയത്തില്ല പറഞ്ഞു. ആർക്കാണത്? പറഞ്ഞു. അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. ചോദ്യമാണോ? ഇവർക്കൊക്കെ ഞാനല്ല. അല്ല, അത് DPI പറഞ്ഞതാണ്. ചോദ്യമാണോ? DPI പറഞ്ഞതാണ്. DPI സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഏത് കുട്ടിക്കാണ്? DPI പറഞ്ഞതാണ്, കാരശ്ശേരി പറഞ്ഞതല്ല. ഉത്തരം പറയൂ. DPIയോട് ചോദിക്കൂ. നിങ്ങളല്ലേ ചോദിക്കേണ്ടിയിരുന്നത്? അതെ, നിങ്ങളുടെ ശമ്പളം പറ്റുന്ന ഒരാളാണ്. ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരാളാണ്. DPI പറഞ്ഞു ഞാൻ പറഞ്ഞത്. ഏറ്റവും മുന്തിയ ഒരു എഴുത്തുകാരൻ, ഞാൻ ബഹുമാനിക്കുന്ന കാരശ്ശേരി DPIയോട് ചോദിക്കൂ. പറഞ്ഞു. ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു. മറുപടിക്കാണെങ്കിൽ കാരശ്ശേരി മറുപടി പറയാം. അല്ല, മറുപടിക്കാണെങ്കിൽ മറുപടി പറയാം. കുട്ടികളെ അപമാനിക്കുന്ന ഒരാൾ എന്ത് വിഷയം? അത് പറഞ്ഞപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് കാരശ്ശേരിയോടല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ ശമ്പളം പറ്റുന്ന DPI ചാനലിലൂടെ അപമാനിച്ചില്ലേ? കാരശ്ശേരി മറുപടി പറയുന്നതാണ്. ശ്യാൽകുമാർ, താങ്കൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കാരശ്ശേരി മറുപടി പറയും. കുട്ടികളെ അപമാനിച്ചു. ഞാൻ മറുപടി പറയട്ടെ. അല്ല, നിങ്ങളെന്താ ചോദിക്കുന്നത്? മറുപടി പറയട്ടെ. കേരളത്തിൽ A+ കിട്ടിയ 10,000-കണക്കിന് കുട്ടികൾക്ക് എഴുത്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേര് പറയണ്ടേ? ബാക്കി എല്ലാ കുട്ടികളും അപ്പൊ രക്ഷപ്പെടൂലേ? ശ്യാൽകുമാർ, കാരശ്ശേരി മാഷ് മറുപടി ഉണ്ട്. താങ്കൾക്ക് മറുപടി കേൾക്കണമെങ്കിൽ കാരശ്ശേരി മാഷ് മറുപടി ഉണ്ട്. പറഞ്ഞോട്ടെ, അതിനാദ്യം മറുപടി പറ. ആ കുട്ടിയുടെ പേര് പറയണം, വേറെ വർത്താനം പറയരുത്. സംസ്കൃതം വേണ്ട, മലയാളത്തിൽ പറയൂ. ഞാൻ സംസ്കൃതം അറിയുന്ന ആളല്ല അനിൽകുമാർ. നിങ്ങൾ വിഷയം മാറ്റാനോ എന്നെ പരിഹസിക്കാനോ ആണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. DPI പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്തത്. DPIയോട് എന്തുകൊണ്ട് ചോദിച്ചില്ല? നിങ്ങൾ ഈ ചോദ്യം DPIയോടാണ് ചോദിക്കണം, എന്നോടാണ് ചോദിക്കുന്നത്. ഞാനൊരു അധ്യാപകനാണ്, ഞാൻ സർവീസുള്ള ആളല്ല. ആ DPI ഇപ്പോഴും സർവീസിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല? മന്ത്രി എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചില്ല? മന്ത്രി എന്തുകൊണ്ടാ
സംഭാഷണം ഏത് പുറത്തേക്ക് മന്ത്രി കൊടുത്ത ചോദിക്കണം? ആളെ DP അന്വേഷിക്കുക അങ്ങനെ പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയില്ല. ഏതെങ്കിലും A+ കിട്ടിയ കുട്ടിക്ക് എഴുത്തും DP വായനയും അങ്ങനെ അറിയാതെ പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ നുണ പറയാ. നിങ്ങൾ നുണ പറയാൻ 24 ചാനലിലെ ചർച്ചയിൽ കാരശ്ശേരി മറുപടി പറയുന്ന ഒരു ചോദ്യമല്ല അത്. ഞങ്ങൾ അത് ശമ്പളം പറ്റുന്ന DPI മറുപടി പറയേണ്ട കാര്യമാണ്. അഡ്വക്കേറ്റ് കേൾക്കുമാർ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും A+ കുട്ടികളോട് ചെയ്യുന്ന ചതിയാണ് എന്ന് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. കേൾക്കുമാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ പുറത്താക്കുമോ? എഴുത്തറിയാത്ത കുട്ടികളാണ് നിങ്ങൾ ഭർഷിക്കുന്നത്. അഡ്വക്കേറ്റ് കേൾക്കുമാർ, കവിയാന്ന് പറയുന്നു. അഡ്വക്കേറ്റ് കേൾക്കുമാർ, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും A+ എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ പുറത്താക്കിയോ? കേട്ടില്ലല്ലോ. അല്ലല്ല, ആര് പറഞ്ഞു? ഇത് പറയൂ. അദ്ദേഹം അക്ഷരം പറഞ്ഞു, കൂട്ടി നിങ്ങൾ വായിക്കാൻ കേട്ടോ. അറിയാത്തവർക്ക് ഒരു A+ എന്ന് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു, നിങ്ങൾ പൊതുവിദ്യാഭ്യാസ കേട്ടോ. ഡയറക്ടറെ പുറത്താക്കിയോ ഈ സർക്കാർ? ഹാഷ്മി കേട്ടോ, അത് അദ്ദേഹം പറഞ്ഞതാണ്. ഹാഷ്മി കേട്ടോ. അദ്ദേഹത്തെ ശബ്ദരേഖ പുറത്തു വന്നതാണ്. ഹാഷ്മി കേട്ടോ. അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നതാണ്. ഹാഷ്മി കേട്ടോ. അദ്ദേഹത്തിന്റെ കേട്ടോ, കേട്ടെന്നേ, ബൈക്ക് പറയൂ. അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നല്ലേ? പുറത്ത് പറയൂ. അതിൽ വിദ്യാഭ്യാസം ഹാഷ്മി, അത് തന്നെ. അയ്യോ എന്റെ അൽകുമാറെ വെറുതെ മുട്ടാപ്പോക്ക് പറയല്ലേ? പേര് പറയൂ. അൽകുമാർ വെറുതെ ഉടക്കിടാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയല്ലേ? വെറുതെ ഉടക്കിടാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയല്ലേ ശ്യാൽകുമാർ? ശ്യാൽകുമാർ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും A+ എന്ന് പറഞ്ഞ ആ DPI കുട്ടികളെ അപമാനിക്കുകയാണോ? അപമാനിച്ച DPI സർക്കാർ പുറത്താക്കിയോ? ബാക്കി അങ്ങോട്ട് പറയാം. ബാക്കി അങ്ങോട്ട് പിടിക്കും. ആരോഗ്യ മേഖലയിലെ വിഷയത്തിലേക്ക് വാ. അനിൽകുമാറിന്റെ വിവരക്കേടുള്ള മറുപടി പറഞ്ഞ് നമ്മൾ സമയം കളയാതെ. അനിൽകുമാറിന് ഇത് സ്ഥിരം പരിപാടിയാണ്.